മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയില് എത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസങ്ങളും ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസവും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ കൂടുതലായിട്ട് അനുഭവിച്ച് അറിയുവാൻ വേണ്ടി. അങ്ങനെ നല്ലൊരു ദിവസം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഇന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ നമുക്കിന്ന് ആരംഭിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാലോ, പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി ശക്തമായ രീതിയിൽ കർത്താവ് തമ്പുരാൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം അത് കൂടുതൽ ശക്തമായിട്ട് നമ്മൾ അമ്മയോട് മധ്യസ്ഥം വഹിക്കണം എന്ന് തന്നെയാണ് എപ്പോഴും ഉചിതം. കാരണം അമ്മ തൻ്റെ ചിറകിൻ്റെ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ അമ്മ നമ്മളെ കാക്കുന്നുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും നമുക്കൊരു നിയോഗം കൂടി വെച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദിവസത്തിലെ വചനം കേൾക്കുമ്പോൾ നല്ലൊരു നിയോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ഭവനത്തിലോ നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ കർത്താവിൻ്റെ പദ്ധതിക്ക് എതിരെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, എതിരെ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായിട്ട് വേണ്ട എന്ന് തന്നെ കരുതി ജീവിക്കുന്നവർ, കർത്താവിൻ്റെ പദ്ധതിയൊന്നും വേണ്ട എന്ന് കരുതി ജീവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ. കർത്താവിൻ്റെ പദ്ധതിക്ക് എതിരെ ജീവിക്കുന്നവർ. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നിയോഗം എന്താണ്? അവർ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വരിക എന്നതാണ് നമ്മളുടെ നിയോഗം. ഈ നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. അപ്പം നമ്മൾ വചനം കേൾക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മളിലുണ്ടാകട്ടെ. കാരണം വചനം കൂടുതൽ ആഴത്തിൽ ഹൃദയത്തിൽ പതിക്കുവാനും
അത് മനസ്സിലാക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ശക്തമായിട്ട് നമ്മളുണ്ടാകട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ജെറമിയ 29:11 നമ്മൾ പലതവണ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. വചനം ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വളരെ അധികം തവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, എനിക്കൊരു പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത, ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിലേക്ക് വന്നത്. വളരെ ഒരു കാഴ്ച അച്ഛനെ വളരെ വ്യക്തിപരമായിട്ട് അത് സ്വാധീനിച്ചത് കൊണ്ടാണ്. അതൊരു പുതിയ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട, പുതിയ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച, വേറെ ഒന്നുമല്ല. ആദ്യം അത് പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരാം, അതുമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക്. കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഒരവസരം വന്നപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി. ഞാൻ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇടയായപ്പോൾ എൻ്റെ തൊട്ട് മുൻപിൽ നിന്നിരുന്ന, ഞാൻ സ്വാഭാവികമായിട്ട് പുറകിലായിരുന്നു നിന്നിരുന്നത്, അപ്പം എൻ്റെ മുൻപിൽ നിന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ ടീഷർട്ടിൻ്റെ പുറകിൽ ഒരു റൈറ്റിങ്സ് കണ്ടു. കാരണം ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പല തരത്തിലുള്ള റൈറ്റിങ്സുകളാണ് ടീഷർട്ടുകളുടെ മുൻപിലും പിറകിലുമായിട്ടൊക്കെ എഴുതുന്നത്. വളരെ തമാശ നിറഞ്ഞതും, ചില സമയങ്ങളിൽ ഒന്നും വായിച്ചാൽ മനസ്സിലായില്ല, അതെന്താണെന്ന് പോലും അറിയത്തില്ല. ഒരു തവണ പള്ളിയിൽ ഇരുന്നപ്പോഴേക്കും എൻ്റെ മുൻപിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ടീഷർട്ടിൻ്റെ മുൻപിൽ എഴുതിയേക്കുന്നത് വളരെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതൊരു പക്ഷെ ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു പക്ഷെ ഇട്ടേണ്ടി വന്ന വ്യക്തിക്ക് അതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ലാതിരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു ടീഷർട്ടിൽ റൈറ്റിങ്സും ഇട്ടുകൊണ്ട് പള്ളിയിൽ കയറി വന്ന് നിന്നത്. അതിത്തിരി വൾഗാറൊക്കെ നിറഞ്ഞതായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് ഞാൻ ബസ്സിൽ കണ്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് എന്നെ ആകർഷിച്ചു. ആ റൈറ്റിങ് വളരെ ലളിതമായ ഭാഷയിൽ ആ പെൺകുട്ടി ആ ടീഷർട്ടിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് ദ പ്ലാൻ ഓഫ് ഗോഡ് എന്നാണ്. ദ പ്ലാൻ ഓഫ് ഗോഡ്. വളരെ സന്തോഷമായത് കണ്ടപ്പോഴേക്കും. ഞാൻ ദൈവമേ, കുറെ നാളായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു റൈറ്റിങ്സ് ഈ ഒരു കാലത്ത് അതൊരു യുവതിയുടെ ഒരു ടീഷർട്ടിൻ്റെ പുറകിൽ കാണാൻ കഴിഞ്ഞത്. ദ പ്ലാൻ ഓഫ് ഗോഡ്, കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി. സത്യം പറഞ്ഞത് ഒരു വലിയൊരു കണ്ണു തുറക്കലായിരുന്നു അത്. ഒരു യുവതലമുറയിലെ പെൺകുട്ടിയുടെ ടീഷർട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും, ദ പ്ലാൻ ഓഫ് ഗോഡ്, കർത്താവിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്. അതൊരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു. ഒരു പക്ഷേ ആ പെൺകുട്ടി പോകുന്നിടത്തെല്ലാം ഈ ഒരു റൈറ്റിങ്സുമായിട്ട് പോകുമ്പോൾ ഇത് കാണുന്നവർ, വായിക്കുന്നവർ, അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഒരു ബോധ്യത്തിലേക്ക് വരും. ഇപ്പം ഈ ഒരു കാഴ്ചയാണ് അച്ഛനെ ഈ ഒരു വചനം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണമായത്. ഇങ്ങനത്തെ ഒരു ചിന്തയ്ക്കും കാരണമായത് ഈ ഒരു കാഴ്ചയിലുണ്ടായ ചിന്ത ജനങ്ങളോട്, എൻ്റെ മുൻപിൽ കൂടുന്ന ജനങ്ങളോട് പറയാനുള്ള ഒരു കാരണവുമായത് അല്ലേ. ദ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പദ്ധതി. ഈയിടക്കൊക്കെ പല യുവാക്കളോടും സംസാരിക്കാൻ കാരണമായപ്പോഴേക്കും അവർ ദ പ്ലാൻ ഓഫ് ഗോഡിലേക്ക്, കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വരുവാനായിട്ട് ഭയങ്കര തടസ്സങ്ങൾ നിൽക്കുന്ന കാലഘട്ടമാണ് അല്ലേ. പ്രത്യേകിച്ച് യുവാക്കൾ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വരുവാനായിട്ട് ഭയങ്കര തടസ്സങ്ങളാണ്. അതായത് ലോകത്തിൻ്റെതായ എല്ലാ കാഴ്ചകളും വർണ്ണശബളതകളും, ലോകത്തിൻ്റെതായ എല്ലാ ആർഭാടങ്ങളും സന്തോഷങ്ങളും അടിച്ചുപൊളികളുമൊക്കെ അവർക്ക് ഉണ്ടാകുമ്പോഴേക്കും കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വരാനായിട്ട് വളരെ വലിയ തടസ്സങ്ങൾ നമ്മുടെ യുവാക്കൾക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാവരെയും അടച്ച് പറയുന്നതല്ല,
പലപ്പോഴും തോന്നിയിട്ടുള്ളത് മജോറിറ്റി ഭൂരിഭാഗവും കുട്ടികൾ, യുവാക്കൾ അവരെ മോശമാക്കി കാണിക്കാനല്ല അച്ഛൻ ഇത് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ടീഷർട്ടിൽ കണ്ട ഒരു കാഴ്ച അത് കണ്ണ് തുറപ്പിക്കുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും. എന്തെന്നാണ്, ഒരുപക്ഷെ ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ഒരു സാക്ഷി നൽകാൻ അറിഞ്ഞോ അറിയാതെയോ ഇട്ടതായിരിക്കും. എങ്കിലും കർത്താവിനൊരു പദ്ധതിയുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഉൾക്കാഴ്ച അതെല്ലാവർക്കും നൽകുന്നുണ്ട്. അത് അച്ഛൻ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് കണ്ടതുകൊണ്ട് മനസ്സിൽ കിടന്നു. ഇന്ന് ഈ ഗുഡ്നസ് ടി വിയിലെ ഈ പ്രഭാത വിരുന്നിലൂടെ ഇത് എല്ലാവർക്കും കേൾക്കാനായിട്ട് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരണം, ദർ ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്. കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ 29:11 വല്ല ശക്തമായിട്ടുള്ള വചനമാണ്. ഐ ഹാവ് എ പ്ലാൻ, എനിക്ക് നിന്നെ കുറിച്ചിട്ട് പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. പ്രിയമുള്ളവരെ, വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിടക്ക് ചില യുവാക്കളിൽ നിന്ന് കേൾക്കുകയുണ്ടായി. വൈ ഷുഡ് വി കം ടു ചർച്ച്? ഞങ്ങൾ എന്തിനാണ് പള്ളിയിൽ വരേണ്ടത്? ഞങ്ങൾ എന്തിന് പള്ളിയിൽ വരണം? ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണമായത് കൊറോണയോടുകൂടിയാണ്. നമ്മൾ കുറച്ച് നാളുകൾ വീട്ടുകളിൽ ഇരുന്ന് ടി വിയിലും ഫോണിലുമൊക്കെ പരിശുദ്ധ കുർബാന കൂടി പോന്നിരുന്ന കാലമാണ് കുറച്ച് പ്രശ്നം നമ്മളിൽ ആത്മീയ തലത്തിൽ നമ്മുടെ യുവാക്കളിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു തരത്തിൽ യുവാക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനു വരണം, എന്ത് കിട്ടും? അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ വാട്ട് പ്രോഫിറ്റ്, എന്താണ് ലാഭം? വരുന്നത് കൊണ്ടും സമയം കണ്ടെത്തുന്നത് കൊണ്ടും പള്ളിയിൽ വരുന്നത് കൊണ്ടും എന്താണ് ലാഭം? അപ്പം നമുക്കിവിടെ പറയാൻ പറ്റണം, ദർ ഇസ് എ പ്ലാൻ ഓഫ് ഗോഡ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. എല്ലാവർക്കും കർത്താവ് ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയുള്ള പദ്ധതിയാണ്? നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള. അതിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവരണം. ഇതൊരു സയൻറ്റിഫിക്കലായിട്ടൊരു ലാബിൽ പോയിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിയിക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ദർ ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്. കർത്താവിനൊരു പദ്ധതിയുണ്ട്. അപ്പം നിങ്ങൾ ജീവിച്ച് കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൻ്റെ പിറകിലും കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ അവസാനം ഒരിക്കലും നമ്മളുടെ നാശമല്ല, മറിച്ച് ക്ഷേമം മാത്രമാണ്. നമ്മൾ എങ്ങനെ ഉയരാം, നമ്മൾക്ക് എങ്ങനെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാം, എനിക്കെതിരെ വന്ന പ്രതിബന്ധങ്ങളെ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും, എങ്ങനെ ഞാൻ അതിനെ തരണം ചെയ്യും എന്നൊക്കെയാണ്. അതുകൊണ്ട് അച്ഛൻ ആവർത്തിച്ച് പറയാണ്, പ്ലാൻ ഓഫ് ഗോഡ്. കർത്താവിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ വേറൊരു വചനവും കൂടി നിങ്ങൾക്ക് അതിന് കൂടെ വെച്ച് വായിക്കാൻ പറ്റിയൊരു വചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് വായിക്കേണ്ട ഒരു വചനമാണ്, അല്ലേ? അല്ലാത്തവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റും, അല്ലേ? അപ്പം അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു. മനുഷ്യൻ, നമ്മൾ നമ്മുടെ വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് തലപോകഞ്ഞു ടെൻഷൻ അടിച്ച് ആലോചിച്ച് നോക്കുന്നു. പക്ഷേ അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം? പക്ഷേ വ്യക്തിപരമായിട്ട് അച്ഛന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദൈവം ഒരുക്കി വെക്കുന്ന പദ്ധതിക്കെതിരെ നമ്മൾ കാല് ചലിപ്പിച്ചാൽ
വീണു പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനൊരു പദ്ധതിയുണ്ട്. വിട്ടുകൊടുക്കുക. നിങ്ങൾ ബലം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്രയും ബലം പിടിച്ച് ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കുള്ള ടെൻഷനുകളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ അസ്വസ്ഥതകൾ, നിങ്ങളെ പിരിമുറുക്കുന്ന ചില കാര്യങ്ങൾ, അത് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ പദ്ധതിക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക. നമ്മൾ വലിയ ഭാരവും ചുമന്നുകൊണ്ട് എത്ര നാൾ നടക്കും പ്രിയമുള്ളവരെ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഐ ഹാവ് എ പ്ലാൻ, എനിക്കൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിന്. നിങ്ങൾ പലതും വിഭാവന ചെയ്തേക്കാം, പക്ഷെ നിങ്ങളുടെ കാലുകളെ ചലിപ്പിക്കുന്നത് ഞാനാണെന്ന് പറയുമ്പോഴേക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കിന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിന് മുമ്പിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഇന്നേ ദിവസം ചിന്തിച്ച വചനം, കണ്ട ഒരു കാഴ്ച, അങ്ങനെ രണ്ടു കാഴ്ചയും വചനവും ചേർത്ത് വെച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് കർത്താവിൻ്റെ ഹിതത്തിന് എൻ്റെ കാലുകളെ ചലിപ്പിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തോട് ചേർന്നുകൊണ്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോടും നമ്മൾ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരുക്കണമെന്ന്. സ്വർഗത്തിലെ എല്ലാ നിവാസികളോടും, എല്ലാ മാലാഖമാരോടും, എല്ലാ വിശുദ്ധന്മാരോടും മാധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, നമ്മുടെ നാമത്തിലുള്ള മധ്യസ്ഥ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മധ്യസ്ഥ ഉണ്ടാവും. അവരെല്ലാവരെയും സഹായം നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ കർത്താവിൻ്റെ പദ്ധതിയിൽ ജീവിച്ചു പോകാനുള്ള വലിയ കൃപ ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരളയണമേ. ആമേൻ.
നമുക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ, എല്ലാ കാർഡിനാൾമാർ, ബിഷപ്പുമാർ, സന്യാസികൾ, അൽമായ സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരോടും കൂടി ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അതൊരു വലിയ കൃപയായിട്ട് മാറുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാം. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ നമുക്ക് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം. മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിനാൽ നമുക്കും കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥനയിൽ ഒരു കണ്ണികൾ പോലെ ബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിൽ വളരാനായിട്ട്. അപ്പോൾ പരസ്പരം പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്നിലൂടെ, ഗുഡ്നസ് TV-യിലൂടെ നമ്മൾ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.